ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയും അതേപോലെ തന്നെ റൂമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള വ്ളോഗൊക്കെ ആക്കാന്നുള്ള രീതിയിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ടായത്. പക്ഷേ എടുത്തു വന്നപ്പോൾ പിന്നെ പുറത്തൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഞാൻ എടുത്ത് തുടങ്ങുന്നുള്ളത് ഒരു ഉച്ചക്കല്ല, നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് റെസ്റ്റെല്ലാം എടുത്തിട്ട് ഞാനും മോളും കിച്ചണിൽ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ നൈറ്റിലേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന മഷ്റൂമായിട്ട് ക്രീമി മഷ്റൂം കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഷ്റൂം നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതിൻ്റെ പീൽ ചെയ്യുന്ന അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കളയല. ഭയങ്കര ഈസിയാണ്. നമുക്ക് കൈ വെച്ചിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാനും പറ്റും. ഞാനിതെല്ലാം ചെയ്യുമ്പോൾ മോളെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പാച്ചുലയും പിന്നെ ബ്രഷും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഓള് ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മോളാണെങ്കിൽ അപ്പുറത്തേക്ക് ഇരിക്കുന്നതും ഉണ്ടായിട്ടില്ല. പിന്നെ ഓളെ വെച്ചിട്ട് തന്നെ ഓരോന്ന് ചെയ്യല. പിന്നെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ മഷ്റൂം കറി ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വെജീസോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ ഒരു ഉള്ളിൻ്റെ പകുതിയും അതേപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കും പിന്നെ 8-9 അല്ലി വെളുത്തുള്ളി, അത് മാത്രമേ വേണ്ടൂ. അപ്പോൾ വേഗം അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. മോളെ വെച്ചിട്ട് ഇനി പണി നടക്കില്ല, സമയമാണെങ്കിൽ അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഓളോർക്കിയിട്ട് പിന്നെയും കിച്ചണിൽ കയറിയിട്ടുള്ളതാണ്. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ റെസിപ്പിയാണ്, ക്രീമി മഷ്റൂം. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ മഷ്റൂമിന് പകരം ചിക്കനായിട്ടും ചെമ്മീനായിട്ടൊക്കെ ഇത് വെക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇനി ബട്ടർ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഗാർലിക്കിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ ക്യാപ്സിക്കം മുളകും അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കലാന്ന്. റൂമിലെ ലൈറ്റ് മാറ്റിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ഞാൻ കുറേ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ നല്ല കളറും ക്ലാരിറ്റിയെല്ലാം കാണുമ്പം ഇങ്ങനെ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിന്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് ഡിലീറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഉള്ളിയും പിന്നെ ക്യാപ്സിക്കെല്ലാം ഒന്ന് സോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കുന്നുള്ളത്. മഷ്റൂം കുക്കാവാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല, വേഗം ഒന്ന് ആയി കിട്ടും. അപ്പം ഞാനിതിനെ മൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളും. മഷ്റൂം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ഇത് രണ്ടും മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു മുളക് പൊടിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും മോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോളെ തട്ടിച്ച ബാക്കിയുള്ള കുറച്ചെല്ലാം ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇവളെ തട്ടിച്ച് നടക്കില്ല എന്നണ്ടേരം വേഗം പോയി ഉറക്കി വന്നിട്ട് ബാക്കിയുള്ള ചെയ്യല. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച ആ ഒരു വെജീസ് എല്ലാം ഉണ്ടല്ലോ, അതിന് ബൗളിലേക്ക് മാറ്റി വെക്കലാണ്.
ഇനി ഈ കറീൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് നോക്കാം. ഇനി ഞാൻ ആ സെയിം പാനിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 സ്പൂണോളം മൈദ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പാലും കൂടി ആഡ് ചെയ്തിട്ട് വൈറ്റ് സോസ് ആക്കി എടുക്കില്ല ഫസ്റ്റ് തന്നെ. പിന്നെ ഞാൻ ഇതൊന്ന് തിക്കാന്ന് കണ്ടപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം സാധാ വെള്ളം, നോർമൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വൈറ്റ് സോസിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഒറിഗാനോ, ഇത് 3 ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് 3 ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല. അങ്ങനെ വൈറ്റ് സോസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മഷ്റൂമിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കല. അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്കിത് ഭയങ്കര തിക്കായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെള്ളമോ അല്ലെങ്കിൽ പാൽ, ഇതിൽ നിന്ന് രണ്ടും എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ മഷ്റൂം സോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. വൈറ്റ് സോസ് ആക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ നല്ല കുറവുണ്ടായിന്. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി കുറച്ചുകൂടി ഒന്ന് റിച്ച് ആയിട്ടുള്ള ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒഴിച്ച് കൊടുക്കണമെന്നില്ല. പക്ഷേ ഇതും കൂടി ചെയ്യുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ ഇതാ ക്രീമായിട്ടുള്ള മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെ ഒന്നിച്ചൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് മടക്കപ്പാത്തിയാണ്. മടക്കപ്പാത്തി എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ളത് പറയുന്നില്ല. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ജസ്റ്റ് ചെറിയൊരു മെത്തേഡ് പറഞ്ഞുതരാം. ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഗീ, രണ്ടും ഏതെങ്കിലും. അപ്പം ഇന്നിപ്പോൾ ബട്ടർ എടുത്ത് വെച്ചുകൊണ്ട് ബട്ടർ ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന ഞാൻ മൈദപ്പൊടിയും അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ പൊടിയും രണ്ടും ഈക്വലായി അളവിലെടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇടയ്ക്ക് മൈദപ്പൊടി മാത്രമായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കലാണ്. ഇനി ഇതിപ്പം രാത്രി ഉണ്ടാക്കുകയുള്ളൂ, ഇപ്പോഴൊന്നും ആക്കി വെക്കണ്ടല്ലേ. അപ്പോൾ ഇപ്പം നോക്കുമ്പം ടൈം ആയിട്ടുണ്ട് മോനെ കൂട്ടാൻ പോകണ്ടേ. നമ്മൾ വീഡിയോ എടുത്ത് കുക്ക് ചെയ്യുമ്പം നല്ലപോലെ ലേറ്റ് ആവും. പിന്നെ നമ്മളിപ്പോൾ അരമണിക്കൂർ ചെയ്യേണ്ട പണിയാണെങ്കിൽ അത് കുറേ ടൈം എടുക്കലുണ്ട്. അതുകൊണ്ട് ഇന്ന് നല്ല ലേറ്റായി, സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ വേഗം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് മോനെ കൂട്ടാൻ പോവലാണ്. ഇപ്പെല്ലാം മോള് നല്ല ഉറക്കില്ല, എണീച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗിലെല്ലാം മോനെ കൊണ്ടാക്കാൻ പോകുന്നില്ല വീഡിയോസ് ഇടുമ്പം കുറേ പേര് ചോദിക്കലുണ്ട് സ്കൂൾ ഡീറ്റെയിൽസ്. അപ്പോൾ ഇപ്പോൾ മോന് നമ്മളടുത്ത് പഠിക്കുന്നുള്ളത് കോബാറിൽ ജനൂബിയിലാണ് നമ്മൾ സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറിയൊരു സ്കൂളുണ്ട്, മോണ്ടിസറി സ്കൂൾ പോലത്തെ. അപ്പോൾ അവിടെയാണ് മോനെ ആക്കിയിട്ടുള്ളത്. അവിടെ KG1 KG2 പിന്നെ ഫസ്റ്റും സെക്കൻഡും അതുവരെ ഇപ്പോൾ ആ ഒരു സ്കൂളിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഡ്മിഷൻ ഉണ്ടോ അവിടെ. ഇപ്പോൾ അവർ കറൻ്റ്ലി അഡ്മിഷനൊന്നും എടുക്കുന്നില്ല. ഇനി നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു മാർച്ചിലോ അങ്ങനെയാണെന്ന് തോന്നുന്നു അവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതാ മോനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കരച്ചിലാണ്, എനിക്ക് കളിക്കാൻ പോകണം, ഓൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് കരയല്ല. എന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ വീഡിയോയിൽ എടുക്കുമ്പം എന്നെ എടുക്കണ്ട, ഞാൻ നിൽക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അലമ്പായിരുന്നു. പക്ഷേ ഞാൻ എടുക്കുമ്പോൾ ഓനയിലേ മാറി കളിക്കല. അങ്ങനെയെല്ലാം ആക്കിയിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് പോകലാന്ന്. ഇന്ന് മോന് റൂമിലെത്തിയ പാടുണ്ട് TV ഓൺ ചെയ്തിട്ടുണ്ടായത്. ഞാനതിൻ്റെ പ്ലഗ് അയക്കാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓന് TV കാണാൻ നേരെ കയറിയിരുന്ന്
സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മോൻ്റെ ടിഫിൻ ബോക്സും അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലും അത് രണ്ടും എടുത്ത് നോക്കും. പിന്നെ ഫുഡ് ഫുള്ള് കഴിച്ചിനോ അതേപോലെ തന്നെ വെള്ളം കുടിച്ചിനോ എന്നാണ് നോക്കൽ. ഇപ്പോൾ ഓന് തീരെ വെള്ളം കുടിക്കലെല്ലാം കുറവാണ്. പിന്നെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് നോക്കലുണ്ട് ജസ്റ്റ്. ഇപ്പോൾ പിന്നെ പഠിപ്പിക്കുകയൊന്നും ചെയ്യൂല. ഈ ഒരു ടൈം ഓനിക്ക് ഫുഡെല്ലാം കൊടുത്ത് ഓനൊന്ന് ഫ്രീ ആക്കി വിടലാന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാനെല്ലാം തുടങ്ങും. ഇനി മക്കൾക്ക് രണ്ടാൾക്കും ഫുഡ് കൊടുക്കലാണ്. ഞാൻ മോന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചോറ് എന്തായാലും കൊടുക്കും. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ഓന് അവിടെ നിന്ന് സ്നാക്സ് അല്ലേ, ചെറുത് ലേറ്റായിട്ടല്ലേ കഴിക്കുന്നത്, കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലായിട്ട് ഞാൻ മോനിക്ക് ചോറ് കൊടുക്കാൻ നോക്കലുണ്ട് ഈ ഒരു ടൈം. രാത്രി പിന്നെ മോന് ചോറ് കഴിക്കില്ല, നമ്മൾ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ മോനിക്ക് കൊടുത്താൽ മോൻ കഴിക്കില്ല. പിന്നെ ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം മോനിക്ക് ചോറെണ്ണ കൊടുക്കല. അങ്ങനെ മക്കൾക്ക് രണ്ടാൾക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് പിക്കിളുണ്ടാക്കാൻ. ഒന്നിക്കിൽ സമയം ഉണ്ടാവില്ല, സമയം ഇല്ലക്കുമ്പോൾ ആണെങ്കിലും മടിയുമായിരിക്കും, രണ്ടും എന്തെങ്കിലും ഒന്നുണ്ടാവും. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കണം. പിക്കിളെല്ലാം തീർന്നിട്ട് കുറേ ദിവസമായി, ഇങ്ങനെ ഒപ്പിച്ച് വരെയായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളി എടുത്ത് വെക്കുന്നുണ്ട്, അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിക്ക്. പിന്നെ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു 10 ഡേറ്റ്സ് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് സോക്ക് വേണ്ടിക്ക്. അതെല്ലാം ചെയ്തതിൽ നോക്കുമ്പോൾ മുളക് പൊടി കഴിഞ്ഞിട്ടാണത്. പിന്നെ വേഗം അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കലാന്ന്. നോക്കുമ്പോൾ ഈ ഒരു പാക്കറ്റ് മാത്രമേ മുളക് പൊടിയുള്ളൂ. ഞാൻ വെയിറ്റ് അധികമായാലും എല്ലായിടത്തും മാറ്റിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഇതും അങ്ങ് മിസ്സായിപ്പോയി. മക്കൾ രണ്ടാളും ഹാളിൽ നിന്ന് TV കാണേനു. അന്നേരം വിചാരിച്ചേതായാലും ഹാളിൽ തന്നെ വെളുത്തുള്ളിയും ഇല്ല ടി വിയും കണ്ടുകൊണ്ടെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. പക്ഷെ ഞാൻ എന്തിനാന്ന് പിന്നെ ആലോചിച്ചേ. മോള് ഒരു വിധം വിടുന്നുണ്ടായിട്ടില്ല. ആ ഒരു ഗാർലിക്കിൻ്റെ തൊലിയെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇല വാരി വലിച്ചിടേനു. പിന്നെ ഞാൻ വിചാരിച്ച കുഴപ്പമില്ല, ഏതായാലും ലാസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക, വെറുതെ കിച്ചണിൽ നിന്നിട്ട് പണിയെടുക്കണ്ട, ഇവിടെ ഇരുന്ന് സമാധാനത്തിൽ ചെയ്യാന്നുള്ള രീതിയിൽ. അങ്ങനെയെല്ലാം ഞാൻ ഗാർലിക്കിൻ്റെ തോലെല്ലാം കലങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഗാർലിക്ക് കുറച്ചധികം ഉണ്ടായത്, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഇഞ്ചിയും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പിക്കിൾ എന്ന് പറയുന്നത് ബീട്രൂട്ടും പിന്നെ ക്യാരറ്റും അതേപോലെ ഈത്തപ്പഴം, ഇത് മൂന്നും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യുമ്പം തന്നെ വീട്ടിലും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പിക്കിളിൻ്റെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കലാണ്. ഇനിയിപ്പം മോനെ പഠിപ്പിക്കാൻ പോകണം. മോനിപ്പം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓനിക്ക് ഉറക്ക് വരും. ഓനെ പഠിപ്പിക്കാൻ ഇരുത്തൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കും, പക്ഷെ ഇരിക്കാനാണ് വലിയ പണി. അങ്ങനെ പിന്നെ ഇരുന്ന് പിന്നെ കാര്യമായിട്ട് വലിയ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, പഠിക്കാനും എഴുതാനൊന്നും കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വേഗം തീരുമല്ലോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാൽ ഒപ്പിച്ചിരുത്തലാന്ന്. മോനെ പഠിപ്പിക്കുമ്പോൾ എല്ലാം മോക്ക് എങ്ങനെല്ലാം ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുമോ അങ്ങനെല്ലാം ഡിസ്റ്റർബ് ചെയ്യും. ഇപ്പോൾ ഉള്ള സ്വഭാവം ഒരു ചെറിയൊരു സ്റ്റൂൾ വെച്ചിട്ട് കയറിയിട്ട് ടാബിളിൻ്റെ മുകളിലിരുന്ന് ടാബിളിൻ്റെ മുകളിലുള്ള സാധനങ്ങളും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കുഞ്ഞിക്കൈ കൊണ്ട് അതൊക്കെ ഓള് ചെയ്യലാണ്. മോനെ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളത് ആദ്യം തന്നെ പിക്കിൾ ഉണ്ടാക്കി വെക്കല. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല, ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നല്ല ടേസ്റ്റാണ് ഈ ഒരു പിക്കിൾ കഴിക്കാനെല്ലാം. ഇതിൽ ഞാൻ അച്ചാറിൻ്റെ പൊടിയോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മളെ കയ്യിലുള്ള മസാല പൗഡേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുള്ളതാണ്. പിന്നെ പറയാൻ ഫസ്റ്റ് തന്നെ എനിക്ക് അച്ചാർ ഉണ്ടാക്കാനും അറിയില്ല, ഇതിൻ്റെ ഭാഗത്ത് ഞാൻ പോയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ABCD അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ ഒരിക്കൽ നമ്മൾക്ക് ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടാവില്ല, ഒന്നിക്കിൽ ഉപ്പ് കൂടുതൽ അല്ലെങ്കിൽ സിർക്ക, അതിൽ നിന്ന് രണ്ടും എന്തെങ്കിലും ഒരു ഫ്ലേവർ മുമ്പിട്ട് നിൽക്കലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാം, ആയെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ ഉമ്മനോട് ചോദിച്ചിട്ട് ആ ഒരു റെസിപ്പി അതിന് ഫോളോ ചെയ്തിട്ട് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ അത് അടിപൊളിയിൽ വന്ന് പിന്നെ ഉള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ടാക്കിയാൽ ആവും എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇപ്പം റൂമിൽ ഉണ്ടാക്കിയെടുക്കലാന്ന്.
പിക്കിലെല്ലാം റെഡി ആയിട്ട് വരുന്നേരം ഫൈസൽക്ക് വിളിച്ചിട്ടുണ്ടായിന് ഓർ വരുന്നുണ്ട് പുറത്ത് ഓടാം. ഓറെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, ഓറെ ഷോപ്പിൽ ഫ്രണ്ടിൻ്റെ ഷോപ്പിലൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാല്ലേ, കുറേ ആയി വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മക്കളാണെങ്കിൽ ഫുള്ള് ടോയ്സ് നിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോട് ഞാൻ അതെല്ലാം എടുത്ത് വെക്കാൻ പറയല. പിന്നെ ഏമിന് ഓടി വരുന്നുള്ളത് ഞാനിവിടെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ എനിക്കത് ഓഫാക്കാൻ വേണ്ടിക്കാൻ ഓടി വന്നിട്ടുണ്ടായത്. പിന്നെ മക്കളെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പോവലാന്ന്. നമ്മളിപ്പോൾ പോകുന്നുള്ളത് ദമാമിലോട്ടാണ്. ദമാമിൽ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ഒരു ഫിഷിൻ്റെ ഷോപ്പ് പുതുതായിട്ട് ഓന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് അവിടെയും പോവാം, പിന്നെ ഓനെയും കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് മീൻ നോക്കി വാങ്ങിക്കലാന്ന്. ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ വരുന്ന വഴിയിൽ തന്നെ കേക്കിൻ്റെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളതിൻ്റെ വേറൊരു ബ്രാഞ്ച് അങ്ങനെ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാനെപ്പോഴും ക്രീമെല്ലാം വാങ്ങിക്കൽ, കേക്കിൻ്റെ എല്ലാം. ഇവിടെ നമുക്ക് വേണ്ട കേക്കിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും. കേക്ക് ഫ്ലോർ ആയാലും പിന്നെ ക്രീം, അതിൻ്റെ എല്ലാ സാധനങ്ങളും എന്താണ് A to Z ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടലുണ്ട്. എനിക്കിപ്പം കാര്യമായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് അബദിൻ്റെ ക്രീമുണ്ട്, വേറെ കുറേ ക്രീമുണ്ട് കേട്ടോ. എനിക്കറിയുന്ന 2 ക്രീം എന്ന് പറയുന്നുള്ളത് അബദും പിന്നെ ലാക്ടോഫിലും. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്രീമാണ്, നല്ലപോലെ സ്റ്റിഫായിട്ട് കേക്കിന് നല്ലപോലെ നിൽക്കുന്ന ഒരു ക്രീമാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ജസ്റ്റ് ഒന്നെല്ലാം നോക്കി വിടലാണ്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേക്കിന് ആവശ്യമായിട്ടുള്ള A to Z ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുണ്ട്. നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള ഷോപ്പ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്, പക്ഷേ ഇത് വളരെ വലുതാണ്. അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാകും. എന്നിട്ട് പിന്നെ ഞാനൊരു കോമ്പൗണ്ട് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്, ബ്രൗണി ഉണ്ടാക്കാമല്ലേ എന്ന് വിചാരിച്ചിട്ട്. കണ്ട സ്ഥിതിക്ക് പിന്നെ അങ്ങ് അതും കൂടി എടുത്ത് സാധനം വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് വെട്ടിയിട്ടുണ്ടായത്. അതിൻ്റെ ഇടയിൽ നമ്മൾ പൊറോട്ടയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈമില്ല, ലേറ്റ് ആയിട്ടുണ്ട്, കറി ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ട് ആ റൂമിലേക്ക് പോയിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ ആക്കി വെച്ച അച്ചാറുണ്ടല്ലോ അതിലേക്ക് സിർക്കൊഴിച്ച് വെക്കലാണ്. ഇതിനി നാളെ രാവിലെ ഞാൻ കണ്ടെയ്നറിലേക്കെല്ലാം മാറ്റും. ഇത് അങ്ങനെ തന്നെ വെക്കലാണ്. പിന്നെ വാങ്ങിച്ച മീനെല്ലാം എടുത്തു വെക്കലാണ്. കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, ആകെ 2 പിന്നെ ഐക്കുറൻ്റെ മീനും, അത് 2 വാങ്ങിച്ചിട്ടുള്ളൂ. ഓൾറെഡി ഫ്രിഡ്ജിൽ മീനുണ്ട്, അപ്പോൾ പിന്നെ വാങ്ങിച്ച് കൂട്ടണ്ടല്ലേന്ന് വിചാരിച്ചിട്ട് ഇത് 2 ഉള്ളൂ. അങ്ങനെ ഇതാ കറിയെല്ലാം ചൂടാക്കിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കലാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതല്ല, എല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പ്ലാൻ പോലെ ഒന്നും എല്ലാം നടക്കൽ വേറെ എന്തെല്ലോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് വീഡിയോസ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.